വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങി വന്ന യഹോവ ഇസ്രായേലരുമായി ഒരുമിച്ച് യാത്ര ചെയ്ത് ഇസ്രായേലിൻ്റെ ആതിഥേയനായി മാറുന്ന കാഴ്ച പഴയ നിയമത്തിൻ്റെ സവിശേഷതയാണ്. അന്യനെയും പരദേശിയെയും കരുതുക എന്നത് ദൈവം ഇസ്രായേലിന് നൽകിയ നിയമമായിരുന്നു. അബ്രഹാം, ലോത്ത്, ജോസഫ്, ശലോമോൻ, സരഫത്തിലെ വിധവ തുടങ്ങി എല്ലാവരും ആതിഥ്യ മര്യാദയിൽ ഇടം പിടിച്ചവരായിരുന്നു. യഹോവയായ ദൈവം ഏലിയാവിന് ഭക്ഷണമൊരുക്കി നൽകിയതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്നു. ക്ഷാമകാലത്ത് കാക്കയെക്കൊണ്ട് അപ്പവും ഇറച്ചിയും ഏലിയാവിന് കൊടിപ്പിച്ച ദൈവം സരഫത്തിലെ വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നു പോകാതെ ഏലിയാവിനും വിധവയുടെ ഭവനത്തിലുള്ളവർക്കും ഭക്ഷണം ഒരുക്കിയ ദൈവം ചുരത്തിഴിയുടെ തണലിൽ മരിപ്പാൻ ഇച്ഛിച്ച് കിടന്നുറങ്ങിയ ഏലിയാവിന് കനലിൽ ചുറ്റ അടയും ഒരു തിരുത്തി വെള്ളവും ഒരുക്കി വെച്ച് തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്നത്, എഴുന്നേറ്റ് തിന്നുക, എറൈസ് ആൻഡ് ഈറ്റ്. 1 രാജാക്കന്മാർ 19-5 വാക്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ഭക്ഷണമേശ ഒരുക്കി അവരെ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നതിനെക്കുറിച്ച് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, വന്ന് പ്രാതൽ കഴിച്ചു കൊൽവേൻ, കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. യോഹന്നാൻ 21-12 വാക്യം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ തുടർന്ന് പഴയ വേലയായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാർക്ക് കർത്താവ് ഇവിടെ ഭക്ഷണമേശ ഒരുക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് വളരെ പ്രതീക്ഷയോടുകൂടി സകലവും വിറ്റ് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരാ അവർ യേശുവിൻ്റെ രാജ്യത്തിൽ ഉന്നത പദവി പ്രതീക്ഷിച്ചിരുന്നു. കർത്താവിനെ ക്രൂശിച്ചതോടുകൂടി അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി. തങ്ങൾക്ക് ജീവിപ്പാൻ പഴയ വേലയായി മീൻപിടുത്തം തുടർന്നേ മതിയാകൂ എന്ന് അവർ ചിന്തിച്ചു. കലപ്പിക്ക് കൈവച്ച ശേഷം പിന്തിരിയുന്നവർ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല എന്ന കർത്താവിൻ്റെ വചനം അവർ മറന്നു. പ്രതീക്ഷകൾ നഷ്ടമായാൽ ഒരുപക്ഷെ നാമും പഴയ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകും എന്നതിന് സംശയമില്ല. പത്രോസിൻ്റെയും കൂടെയുള്ളവരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ നിരാശരും ആണ്. യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻപ് ഇവർ മീൻപിടുത്തത്തിൽ സമർത്ഥരായിരുന്നു. ഇപ്പോൾ വല വീശിയിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. വേലയിൽ പരാജയപ്പെട്ടവർ. കരയിൽ നിന്ന കർത്താവ് അവരോട് ചോദിക്കുകയാ, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവരുടെ മറുപടി നിരാശയോടുകൂടിയാ, ഇല്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, വേലയിൽ പരാജയപ്പെട്ടവർ, നിരാശിതർ. ശിഷ്യന്മാർക്കുണ്ടായ ഈ അനുഭവം തന്നെ നമുക്കും ഉണ്ടാകാം. പ്രതീക്ഷിക്കുന്നത് ഒന്നും നടക്കുന്നില്ല, രോഗം തളർത്തുന്നു, മക്കൾ പഠനത്തിൽ മുന്നേറുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അധികമാണ്, എല്ലാം പ്രതികൂലം. എന്നാൽ കടൽക്കരയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ കർത്താവ് നമ്മോട് പറയുന്നത് കേൾക്കാം. നിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെയും നിരാശയുടെയും അനുഭവങ്ങളിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിൻ്റെ ബലഹീനതയിൽ, വേദനയിൽ, കഷ്ടതയിൽ ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഞാൻ നിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവമാ. ഞാൻ നിൻ്റെ കഷ്ടത കാണുന്ന ദൈവമാ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. കർത്താവ് ശിഷ്യന്മാരുമായി പങ്കുവച്ച പ്രഭാത ഭക്ഷണം ലൂക്കോസ് 14 കാണുന്ന പരീശ പ്രമാണിയുടെ ഭവനത്തിൽ നടന്ന വിരുന്നുമായി നമുക്ക് ബന്ധപ്പെടുത്താം. ഈ വിരുന്നിൽ കർത്താവിനോടുകൂടി പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. 14:15. അതായത് യുഗാന്ത്യത്തിൽ കർത്താവിനോടുകൂടി പന്തിയിൽ ഇരിക്കുന്നത് ഭാഗ്യമെന്ന ഇവിടെ പറയുന്നത്. യുഗാന്ത്യത്തിലെ ഈ പന്തിഭോജനത്തിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ലിസ്റ്റ്
ലൂക്കോസ് 13:28-29 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും അവിടെ ഉണ്ടായിരിക്കും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ പന്തിയിൽ പങ്കെടുക്കും. അതായത് ഇനി ഒരിക്കൽ കർത്താവിനോട് ഒരുമിച്ച് സകല വിശുദ്ധന്മാരുമായി നാം പങ്കെടുക്കുവാൻ പോകുന്ന പന്തി ഭോജനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവിൻ്റെ ശരീരക്തമാകുന്ന വിരുന്നിൽ പങ്കുചേരുന്ന നമുക്ക് ഒരിക്കൽ സ്വർഗീയ ഭവനത്തിൽ സകല വിശുദ്ധന്മാരുമായി ഒരു പന്തിഭോജനമുണ്ട്. ഈ ഭൂമിയിൽ മരണത്താൽ നാം വേർപെട്ടേക്കാം. എങ്കിലും ഒടുക്കത്തെ നാളിൽ, അതായത് അവൻ്റെ പുനരാഗമന നാളിൽ ഉയർത്തെഴുന്നേറ്റ് നാം എല്ലാവരും ഒരുമിച്ച് പന്തിഭോജനത്തിൽ പങ്കുചേരും. കർത്താവിനോടൊപ്പമുള്ള ആ പന്തിഭോജനത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കി വിശുദ്ധിയോടെ കാത്തിരിക്കാം. കർത്താവേ, ദൈവരാജ്യത്തിലെ ഭാഗ്യകരമായ പന്തിഭോജനത്തിനായി വിശുദ്ധിയോടെ കാത്തിരിപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ.